മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 11/2/1976 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകയിരമാണ് നക്ഷത്രം. മകയിരം 3-ാം പാദം. ഇടവ ലഗ്നം. ലഗ്നത്തിൽ കുജൻ ഗുളികൻ, 2-ൽ ചന്ദ്രൻ, 3-ൽ ശനി, 4-5 ഭാവങ്ങൾ ശൂന്യം, 6-ൽ രാഹു, 7 ശൂന്യം, 8-ൽ ശുക്രൻ, 9-ൽ സൂര്യൻ, ബുധൻ, 10 ശൂന്യം, 11-ൽ വ്യാഴം, 12-ൽ കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് അത്യാവശ്യം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. അതേപോലെ തന്നെ വിദേശത്ത് ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ള, വിജയകരമായി തന്നെ പ്രവാസ ജീവിതം നിർത്തി നാട്ടിൽ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ആ സെറ്റിൽ ചെയ്യുന്ന അവസ്ഥ എന്തായിരിക്കും എന്നതാണ് ഇതിനകത്ത് ക്രൂഷ്യലായിട്ടുള്ള ചോദ്യമെന്ന് പറയുന്നത്. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പൊതുവെ ഇത്തരക്കാർക്ക് ലഗ്നത്തിൽ കുജൻ ഗുളികൻ കോമ്പിനേഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരല്പം തിടുക്ക സ്വഭാവം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേഗം നടക്കുക, വളരെ ഫാസ്റ്റായിട്ട് നടക്കുക എന്ന് പറയുന്ന ഒരു രീതി കാണിക്കാറുണ്ട്. പലപ്പോഴും അത് വലിയ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ അതിൽ ഗുളികൻ്റെ ഒരു കലർപ്പുള്ളത് കൊണ്ട് റിസൾട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്നില്ല ചിന്തകളിൽ എന്നതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ 5-ാം ഭാവാധിപൻ ബുധനും അത് സൂര്യനോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും വർഗോത്തമം ചെയ്ത ബുധനായതുകൊണ്ടും അങ്ങനെ അബദ്ധം പറ്റുകയൊന്നുമില്ല. എന്നാലും നമ്മളതെടുക്കുന്ന ഒരു ഓവർ പ്രിക്കോഷനാണ്. ഒരു ചെറിയ സാധ്യതയെ പോലും ഇല്ലാതാക്കുക, അബദ്ധം പറ്റാനുള്ള ചെറിയ സാധ്യതയെ പോലും ഇല്ലാതാക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. വേഗത കൂടുന്നതിനനുസരിച്ച് ശ്രദ്ധ കൈമോശം വരാനുള്ള സാധ്യത ഉണ്ട്. ലഗ്നത്തിലൊക്കെ കുജൻ, ലഗ്നാധിപൻ കുജൻ അല്ലെങ്കിൽ ലഗ്നാധിപൻ കുജനോടൊത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ സാധാരണയിൽ കൂടുതൽ വേഗത പലപ്പോഴും പല സാഹചര്യങ്ങളിലും കാണിക്കാറുണ്ട്. കുജൻ വേഗതയുടെ ഒരു രൂപം തന്നെയാണ്. അപ്പോൾ അവിടെ അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് വരുന്നില്ല എന്നൊന്ന് ഉറപ്പാക്കി പോവുക, അത്രയേ അതിനർത്ഥമുള്ളൂ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 5-ാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ സൂര്യനോടൊത്ത് നിൽക്കുന്നു, വർഗോത്തമം ചെയ്ത് ബുധൻ നിൽക്കുന്നു. അപ്പോൾ ഈ 5-ാം ഭാവാധിപത്യം ബുധൻ വഹിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അറിവ് നേടുക, അറിവുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അറിവിൽ വഴി നേട്ടങ്ങൾ, ഗുണങ്ങൾ, മെച്ചമൊക്കെ ജീവിതത്തിൽ ധാരാളമായി കാണുക, സൃഷ്ടിക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് പറ്റിയ ഒരു ഗ്രഹനില തന്നെയാണ്. ആ വ്യക്തി അങ്ങനെ തന്നെയാണ്. അറിയാത്ത ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് അത് ആവശ്യമുള്ളതാണ് എന്ന് തോന്നിയാൽ അത് പഠിച്ചെടുത്ത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി അതുകൊണ്ട് റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചു വരുന്നതും. വളരെ വളരെ നല്ലൊരു പോളിസി തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ കാര്യവും അതേപോലെ തന്നെ 5-ലേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയാണ്. എന്നാൽ 11-ൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ 5-ാമത്തെ ദൃഷ്ടി 5-ലേക്ക് വരുന്നത് കൊണ്ട് അതിൽ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. ഒരു ചെറിയ ശ്രദ്ധ കൊടുത്ത് പോവുക, അത്രമാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 10-ൽ ഗ്രഹങ്ങളില്ല. 10-ാം ഭാവാധിപൻ ശനിയാണ്, 3-ൽ നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ്, അങ്ങേയറ്റം നല്ലതാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ ഉയർച്ചയ്ക്കും കാരണമായിട്ടുള്ള ഒരു പോയിൻ്റ് തന്നെയാണ് 10-ാം ഭാവാധിപനായിട്ട് ശക്തനായ ശനി. അതും ശനി കർക്കിടകത്തിൽ നിൽക്കുന്നു. പൊതുവേ ഇത് പ്രശ്നാധിഷ്ഠിതമാണ് പല ആളുകൾക്കും. പക്ഷേ അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നതോടുകൂടി അവിടെ അത് പരിഹരിക്കപ്പെട്ടു. 5-ാമത്തെ ദൃഷ്ടി കർക്കിടകത്തിലേക്ക് എത്തുമ്പോൾ അങ്ങേയറ്റം നല്ലതാണ്. അത് വർഗോത്തമം ചെയ്ത വ്യാഴവുമാണ്. അപ്പോൾ അത് അങ്ങേയറ്റം നല്ലത് തന്നെ ആണ്. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്ന, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. 10-ാം ഭാവാധിപനൊക്കെ കൃത്യമായിട്ട് വർഗോത്തമമൊക്കെ ചെയ്ത് രാഹുവിൻ്റെ ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന വ്യാഴമാകുമ്പോൾ അത് പരിഹരിക്കപ്പെട്ടു. എന്നിട്ടുള്ള 5-ാമത്തെ ദൃഷ്ടി പ്രത്യേകിച്ചും 10-ാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന ശനിയിലേക്കൊക്കെ വരുമ്പോൾ അത് അങ്ങേയറ്റം നല്ലത് തന്നെയാണ്. ഇദ്ദേഹത്തിന് മറ്റ് ബിസിനസ് ഐഡിയാസ് എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. 11-ലാണ് വ്യാഴം നിൽക്കുന്നത്. ലാഭ സ്ഥാനത്ത് തന്നെ ആണ്. ഏറിയ പങ്കും സാത്വികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ലാഭകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയും അവിടെ സാധ്യമാകുന്നതുമാണ്. പിന്നെ അതേപോലെ തന്നെ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ
ടെൻഷൻ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ച് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ് പ്രാക്ടിക്കലി. അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ടുന്നൊരാവശ്യമൊന്നുമില്ല. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ ഓണാക്കാനുള്ള ഒരു ത്രാണിശേഷി ഈ ഗ്രഹനിലയ്ക്ക് ബേസിക്കലി ഉണ്ട്. ലഗ്നത്തിൽ കുജൻ, അതേപോലെ തന്നെ 5ാം ഭാവാധിപൻ ശക്തനായ സൂര്യനോടൊത്ത് നിൽക്കുന്നു ബുധൻ, അത് വർഗോത്തമം ചെയ്ത ബുധനും ആണ്. ഇദ്ദേഹം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ലഗ്നാൽ 12-ൽ കേതു, രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടി, അതേപോലെ തന്നെ ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി, അതും ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി, അതേപോലെ തന്നെ ശനിയുടെ 10ാമത് ദൃഷ്ടി. ഇങ്ങനെ ഉള്ള സമയത്ത് ചെലവിൻ്റെ വ്യയസ്ഥാനമാണ് ഈ 12 എന്ന് പറയുന്നത്. അവിടെ കേതുവുണ്ട്, രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ഗുളികൻ്റെ സാന്നിധ്യമുണ്ട്, അതേപോലെ തന്നെ ശനിയുടെ സാന്നിധ്യമുണ്ട്. ചെലവുകൾ, കൈവിട്ട ചെലവുകൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. അത് പൈസ അല്ലെങ്കിൽ പണം, ധനം കയ്യിൽ വന്ന ശേഷം ചെലവായി പോകുന്ന പാറ്റേണിൽ അത് പ്രാവർത്തികമായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്തരം ഗ്രഹനിലകൾ ഉള്ള ആളുകൾക്ക് കൃത്യമായി പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് റെമഡിയായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അത് പല ആളുകളും ചെയ്യാറുണ്ട്. അതിൽ പല ആളുകൾക്കും അത് ഏറിയ പങ്കും റിസൾട്ട് ഉള്ളതുമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും 1 കോടി രൂപ കിട്ടി, പക്ഷേ അത് 1 കോടിയും ചിലവായി പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് 1000 രൂപ കിട്ടി, അതിൽ 1000 രൂപ കിട്ടി അതിലൊരു 100 രൂപ മെച്ചമുണ്ട് എന്ന് പറയുന്നത്. മറ്റത് 1 കോടി കിട്ടിയാൽ 1 കോടി പോയി കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഗുണപ്രദമായിട്ട് പിന്നീട് മാറ്റി വയ്ക്കത്തക്ക രീതിയിൽ ഒന്നും തന്നെ അവിടെ ഇല്ല. പക്ഷേ 1000 രൂപ കിട്ടിയ ഒരാളെ സംബന്ധിച്ച് 900 ചിലവായാൽ തന്നെ 100 രൂപ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ്. കാര്യം ചെറുതാണെങ്കിലും അതുകൊണ്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ഈ വ്യയസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഇവിടെ മറ്റൊരു നെഗറ്റീവും കൂടെ ഉണ്ട്. 12ാം ഭാവാധിപൻ ലഗ്നത്തിൽ ഗുളികനോടൊത്താണ്. ചിലവുകൾ നോക്കിയാൽ ചിലവാകുന്നൊരവസ്ഥ. അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടാവാം, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാവാം, സ്വന്തം ആവശ്യങ്ങൾക്കാവാം, കുടുംബവുമായി ബന്ധപ്പെട്ടാവാം. ഏത് രീതിയിൽ വേണമെങ്കിലും പണം കയ്യിൽ വന്നാൽ അത് ചിലവായി പോകുന്നതിനുമുള്ള ഒരു 2 വഴി അവിടെ തുറന്ന് വയ്ക്കപ്പെടും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, ഈ ജാതകത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് തന്നെ പരിഹാരം ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. ബാക്കി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വളരെ നല്ല ഒരു ഗ്രഹനില തന്നെയാണ്. അറിവുകൾ നേടുന്നതിന്, അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന്, അത് പ്രാവർത്തികമാക്കുന്നതിന്, അതുവഴി ഗുണാനുഭവങ്ങൾ നേടുന്നതിന് എല്ലാം തന്നെ ഈ ഗ്രഹനില സപ്പോർട്ട് ചെയ്യുമ്പോഴും അതാണ് പറയുന്നത്, ഒരു ഗ്രഹനില എല്ലാം തികഞ്ഞതായിട്ട് വരില്ല. ഇവിടെ അദ്ദേഹത്തിന് വളരെ വേഗതയിൽ ചിന്തിക്കാൻ, പ്രവർത്തിക്കാനുള്ള ശേഷി കുജൻ കൊടുക്കും. ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രാവർത്തികമായിട്ട് വരുത്തുന്നതിന് 5ാം ഭാവാധിപൻ സൂര്യനോടൊത്ത് നിൽക്കുന്നതിനുള്ള ഗുണം കൊടുക്കും. 10ാം ഭാവാധിപൻ ശനി കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നു, എല്ലാ ഉയർച്ചയും കൊടുക്കും. പക്ഷേ അവിടെ കൃത്യമായിട്ടൊരു നെഗറ്റീവ് കൊണ്ടുവച്ചു. 12ലേക്ക് കേതു, അവിടേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടി, അതേപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി. 12ാം ഭാവാധിപൻ ലഗ്നത്തിൽ ഗുളികനോടൊത്ത് തന്നെ നിൽക്കുന്നു, അവിടേക്ക് വരുന്ന 12ലേക്ക് വരുന്ന ശനിയുടെ 10ാം ദൃഷ്ടി. അതായപ്പോഴത്തേനും ചെലവുകൾ വർദ്ധിത വീര്യത്തോടു കൂടി അറിഞ്ഞോ അറിയാതെയോ വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അത് നിർബന്ധമായും ആ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിച്ച് പോകേണ്ടുന്നതാണ് ലൈഫ് ലോങ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ മകയിരമാണ് നക്ഷത്രം, കുജദശയിൽ തന്നെ ജനിച്ചു. 78 വരെ കുജൻ, അതിനുശേഷം രാഹു 96 വരെ, അതിനുശേഷം വ്യാഴം 2012 വരെ, അതിനുശേഷം ശനി 2031 വരെ, അതിനുശേഷം ബുധൻ 2048 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ ശനിയിൽ രാഹുവാണ്. 2/7/2026 തൊട്ട് 8/5/2029 വരെ ശനിയിൽ രാഹു. ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വലിയ റിസ്കുകൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്ന്. അപ്പോൾ ഞാനതിന് പറഞ്ഞ മറുപടി, സേഫ് സോൺ നോക്കി റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാം, പക്ഷേ ഈ ഗ്രഹനിലയുടെ പാറ്റേൺ വെച്ച് റിസ്ക് എടുക്കാവുന്നതുമാണ്. പക്ഷേ സേഫ് സോൺ നോക്കേണ്ടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും രാഹുവിൽ ശനി രാഹു കോമ്പിനേഷൻ, അതിൽ ശനിദശയിൽ രാഹുവിൻ്റെ അവഹാരം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ശ്രദ്ധ കൊടുത്തു പോയാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. അവിടെ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം 50 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഏറെ നന്നായി. ഇതാണ് സേഫ് സോൺ
കളിക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു പ്രാക്ടിക്കാലിറ്റി കൂടിയാണ്. അത് കൃത്യമായിട്ട് അത് പാലിച്ചു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് 100% ഈ ഗ്രഹനിലയിൽ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതം വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എക്സെപ്റ്റ് ചെലവുകൾ. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.